അങ്ങനെ ബിഗ് ബോസിൽ ഇന്ന് നേരം വെളുത്തത് വളരെ ലേറ്റ് ആയിട്ടാണ്. പക്ഷേ ബിഗ് ബോസിനകത്തുള്ളവരും പുറത്തുള്ളവരും ലൈവായിട്ട് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം പറയുന്നുണ്ട്, ഇതെന്താ പാട്ട് കേൾക്കാത്തെ. ഈ ബിഗ് ബോസിലുള്ള എല്ലാവർക്കും ഇല്ല വിളക്ക് കത്തിച്ച് നമ്മളിങ്ങനെ പൂജിക്കുന്ന രാവിലെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, അതുപോലെയാണ് ആ പാട്ടും അതിൻ്റെ ഒപ്പം അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നതും. അത് ബിഗ് ബോസിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരുപോലെ അതൊരു ഇഷ്ടമാണ്. പക്ഷെ അതൊന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് സംഭവിച്ചത്. പിന്നെ അവിടെ എന്തായാലും അടി പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അനീഷിനിട്ടാണോ അതോ മറ്റാർക്കെങ്കിലും ആണോ എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ രേണു സുധി, എല്ലാവരും ഉറ്റുനോക്കുന്ന രേണു ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളത് വൻ കോമഡിയാണ്. ഈ വർക്ക് പിടുത്തമാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ അല്ലറ ചില്ലറ സംസാരങ്ങളും ഒക്കെ ഇന്ന് ലൈവിൽ തുടർച്ചയായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ശരി, എല്ലാവർക്കും സീരിയൽ ഗ്രാൻഡ്മയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ അനീഷിന്റെ ആ ഒരു പ്രശ്നം നമുക്ക് പറയാം. നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് കണ്ടു കാണുമായിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് റിവ്യൂസ് ഒക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അവിടുത്തെ റൂൾ ബുക്ക് വായിക്കുന്നതിൻ്റെ ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ ആര്യൻ്റെ അടുത്ത് വായിക്കാൻ പറയുകയും ആര്യൻ അത് വായിക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് മലയാളം അറിയില്ല. അതൊരു കുഴപ്പമൊന്നും അല്ല. പക്ഷേ അത് അനീഷിനൊരു നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അനീഷ് വന്ന പാടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് ആര്യനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആര്യനെ തന്നെയാണ് അനീഷ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ആര്യനാണ് ഗെയിമിൽ ഫസ്റ്റ് വന്നത്. അപ്പോൾ അനീഷ് ആര്യനിട്ട് തന്നെ കുറച്ചധികം ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ഡയലോഗുകളിൽ അനീഷ് പറയുന്നത് മലയാളം വായിക്കാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ബിഗ് ബോസിൽ വരിക എന്ന്. ശരിക്കും അനീഷ് അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അനീഷ് പൊട്ടനല്ല, അനീഷ് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ 5 വർഷത്തോളമായി അനീഷ് ഈ ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിലെ എല്ലാ സീസൺസും കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അനീഷ്. ഇതിനു മുൻപും മലയാളം സംസാരിക്കാൻ മാത്രം, അതും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് പേര് ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. അവർക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്ന് അനീഷിന് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് അനീഷ് ഈ പറയുന്ന ആര്യൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തട്ടിക്കയറ്റം കൊണ്ടു ചെല്ലുന്നത്? അത് മാത്രമല്ല, ആര്യൻ മാത്രമല്ല അവിടെ ആ ഒരു അവസ്ഥയിലുള്ളത്. ആര്യനെക്കാട്ടിയും പരിതാപകരമാണ് മലയാളത്തിന്റെ കാര്യത്തിൽ മറ്റേ ഗീസൽ തക്ര. അപ്പൊ ആ കക്ഷി എവിടെ ആണെന്ന് പോലും അറിയത്തില്ല, അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് മലയാളം സംസാരിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ വായിക്കാൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചത് നമ്മൾ കണ്ടു. ചിലപ്പം ഒട്ടും തന്നെ എഴുതാൻ അറിയാത്തൊരു വ്യക്തിയായിരിക്കാം. മലയാളം എഴുതണം എന്നില്ല. അവിടെ എഴുത്തുകുത്ത് ടാസ്കുകളൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇത് അനീഷ് ചെയ്തത് ബോധപൂർവമാണ്. അത് നമ്മുടെ അക്ബറും ഒനിയൽ സാബുവും എല്ലാം പൊളിച്ചടുക്കി കൊടുക്കുന്നുമുണ്ട്. അത് പൊളിച്ചടുക്കി കൊടുക്കുന്ന ഒരു രീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അക്ബർ പറയുന്നുണ്ട്, ഇതൊക്കെ പഴയതാണ്, ഇത് പഴയ സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയൊക്കെ നമുക്കറിയാം, ഈ ഒറ്റപ്പെടുത്തി മാറി നിന്നിട്ടുള്ള സ്ട്രാറ്റജിയൊക്കെ അറിയാം. അപ്പോൾ ഒനിയൽ സാബു പറയുന്നുണ്ട്, എടാ 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 ഇതേ അങ്ങ് സാധാരണക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അത് അക്ബറിനോട് പറയുന്നുണ്ട്. അത് കേട്ട പാതി അക്ബർ അനീഷേ എടോ അനീഷേട്ടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോയിട്ട് അക്ബർ അനീഷിനോട് പറയുന്നുണ്ട്, നമ്മളും കോമണേഴ്സ് ആണ്, നമ്മളും സാധാരണക്കാരനാണ്. അക്ബർ എന്ന് പറയുന്നത് ഒരു പാട്ടുകാരനാണല്ലോ, അപ്പം എനിക്ക് പാടാൻ കഴിവുണ്ടെന്നേ ഉള്ളൂ, ഞാനും കോമണർ ആണ് എന്ന് അക്ബർ പറയുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ് ബിഗ് ബോസിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഗെയിം ആയിട്ട് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തത്. പക്ഷെ ഞാൻ ഓഡിയൻസിനോട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ആര്യനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അനീഷ് ആര്യനെ മാത്രമല്ല അനുമോളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ രണ്ടാമതായിട്ട് പറയാം. അപ്പോൾ ഗെയിം തുടങ്ങി. ഈ ഗെയിമാണല്ലോ നമ്മളും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. ഇപ്പം അനുമോളുമായിട്ടുള്ള ഒരു ചെറിയ ക്ലാഷ് ഇന്നലെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അനുമോളെ കരയിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാണ്, കരയിപ്പിച്ചിട്ടൊന്നും അല്ല. പക്ഷെ അനുമോൾ വന്നു കയറിയപ്പോൾ ആളാണ് ആദ്യം, അനീഷാണ് ആ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഫണ്ണായിട്ടാണ് ഈ പറഞ്ഞതെങ്കിലും അനുമോളെ അറിയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അനുമോളെ ടി വിയിൽ കണ്ടിട്ടുള്ളവണക്കല്ല, നേരിട്ട് കാണാൻ വലിയ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുൻഷി രഞ്ജിത്തും അതുപോലെ നമ്മുടെ അപ്പാനി ശരത്തും കൂടെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഷാനവാസ് അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു പുറത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി. അപ്പോൾ അനീഷ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, കുറച്ച് വെയിലൊക്കെ കണ്ടോ, അനുമോളൊക്കെ കണ്ടോ, അയ്യോ എന്തൊരു സൗന്ദര്യമാണ്, വെയിൽ കൊണ്ടിട്ടാണ് എന്ന് പറയുന്നൊരു ഡയലോഗ് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചു. അതായത് ഈ പറയുന്ന അനീഷിന് അനുമോളോടൊരു കണ്ണുണ്ട്. എന്തായാലും അനുമോളെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്തെന്നറിയോ? അനീഷിന് ഈ പറഞ്ഞ ടെലിവിഷൻ പ്രോഗ്രാംസുകൾ, അത് ബിഗ് ബോസ് ആയിക്കോട്ടെ മറ്റെല്ലാ പ്രോഗ്രാംസുകളും നന്നായിട്ട് അറിയാം. അനുമോൾ എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ സ്റ്റാർ ആണ്. സീരിയൽ മാത്രമല്ല, എല്ലാ പരിപാടികളിലും വിൻ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അനുമോള്. അനുമോളിന് എത്ര കാലിബർ ഉണ്ടെന്ന് എന്തായാലും അനീഷിന് അറിയാം. സോ അനീഷ് ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾ അനുമോളാണ്. പിന്നെ
ആര്യനെ ടാർഗറ്റ് ചെയ്യാനുള്ള റീസൺ, ആര്യൻ എന്തായാലും ഈ ഒരു സീസണിൽ ഒരു സൂപ്പർ ഫിഗർ ആയിട്ട് വരും എന്ന് അനീഷ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓഡിയൻസിന്റെ ഇടയിൽ ആര്യന് നല്ലൊരു സൂപ്പർ ഫിഗർ ഉണ്ട്. രണ്ടാമത് അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, ആ ആദ്യത്തെ ടാസ്ക് ഏറ്റവും ഫസ്റ്റ് വിൻ ചെയ്തത് ആര്യനാണ്. സോ ആര്യന്റെ ആ ഒരു കുറച്ചധികം സ്പീഡ്, അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് കളിക്കാൻ അറിയാവുന്നത്, സ്പീഡ് മാത്രമായിരുന്നില്ല, ആര്യൻ ശരിക്കും പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ചാണ് ആ ടാസ്ക് പോലും കംപ്ലീറ്റ് ചെയ്തത്. കാരണം ആ ഭിത്തി അരികെ ചേർന്ന് സ്പീഡിൽ വന്നതുകൊണ്ട് മാത്രമാണ് 19 സെക്കൻഡിൽ ആര്യൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി റിവീൽ ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. ആര്യൻ പറയുന്നുണ്ടായിരുന്നു, ലാംഗ്വേജ് പലയിടത്തും പോകുമ്പോൾ ആര്യൻ ഒരു പ്രശ്നമാകാറുണ്ട്. ഒരു മാറ്റി നിർത്തപ്പെടൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ലാംഗ്വേജിന്റെ പേരിലാണ്. അപ്പോൾ ആ വീക്ക്നെസ്സിലാണ് അനീഷും പോയി കളിക്കുന്നത്. പക്ഷെ അതൊരു കാര്യമേ അല്ല. അത് അനീഷ് അങ്ങനൊരു സംസാരം അവിടെ എടുത്തിടുന്നു എങ്കിലും അത് ഇതിനകത്ത് വില പോകില്ല. ഇനി നമുക്ക് രേണുസുതിയിലേക്ക് വരാം. രേണുസുതി ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ കാരണം വേറൊന്നുമില്ല. രേണുസുതി അധികം കോണ്ടന്റുകളൊന്നും തന്നിട്ടില്ല. പക്ഷേ അപ്പാനി ശരത്ത് അവിടെ നാടകമൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ രേണുസുതി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഞാനും നാടക നടിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പാട്ട് പാടുന്ന കാര്യം പറയുമ്പോഴത്തേക്കും രേണുസുതി ഉറക്കെ പറയുന്നുണ്ട്, ഞാൻ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്, ഞാൻ ആലപ്പുഴയെ കുറിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുതി ബിഗ് ബോസിനകത്ത് നമ്മുടെ ആലപ്പുഴയുടെ ആ പാട്ട് മില്യൺസ് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെ രേണുസുതി തന്നെ പറയുന്നുണ്ട്. അപ്പം ഒരു സെൽഫ് പ്രൊമോഷൻ ഒക്കെ രേണുസുതി ബിഗ് ബോസിൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് പുറത്ത് വർക്ക് പിടിക്കുന്നത് പോലെ രേണുസുതി ബിഗ് ബോസിന്റെ അകത്ത് പോയി വർക്ക് പിടിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ കുറച്ച് പേരൊക്കെ വർക്കൊക്കെ തരുമെന്ന് കരുതിയിട്ടായിരിക്കും. പാവം, ഒരു കുടുംബം പോറ്റാനല്ലേ. ഞാനിത് സത്യത്തിൽ ഫണ്ണായിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, രേണുസുതിയുടെ മറ്റ് ഔട്ട്സൈഡ് കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്യണ്ട. പക്ഷേ ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ ഉണ്ടല്ലോ, ആളുടെ ഇന്റർവ്യൂസിൽ ആൾ പറയുന്ന കുറച്ച് ട്രോളുകളൊക്കെ, അതുമായിട്ട് ഒന്ന് സാമ്യപ്പെടുത്തി പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ കളിയാക്കുന്നത്. അതൊരു ഫണ്ണായിട്ട് എടുക്കാവൂ, ഞാൻ ബുള്ളിങ് ചെയ്യുന്നതാണെന്ന് തോന്നരുത്. കാരണം രേണുവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ കാണും, കുറച്ചധികം ഒരു ചാറ്റർ ബോക്സ്, അതായത് ഒരു ചീവീട് പോലെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് രേണുസുതി. ആ ക്യാരക്ടറിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ ബിഗ് ബോസിൽ വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രകമ്പനം പോലെ, മീൻസ് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഷാരികയുടെ ഒരു വൈറൽ വീഡിയോ ഉണ്ട്, ആഷി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുമായിട്ട്, ഒരു ട്രാൻസ് വുമണുമായിട്ട് ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിക്കുന്നതായിട്ടുള്ള ഒരു സീൻ. അതവിടെ അപ്പാനി ശരത്തും മുൻഷിയും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മുൻഷി ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ പ്ലാൻഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പാനി ശരത്തും ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം അപ്പാനി ശരത്തും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഷാരിക പറയുന്നൊരു കാര്യം മുൻഷിയോട് പറയുകയാണ്, മുൻഷി പറഞ്ഞതിന് മറുപടി ആയിട്ട് പറയാണ്, അതായത് അത്രയും സ്റ്റാൻഡേർഡ് ഉള്ള ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യണം, അങ്ങനെയുള്ള വ്യക്തികളോട് ഇന്റർവ്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം മൈൻഡ് സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് ഈ ഷാരികയ്ക്ക് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. അതൊരു ഇന്റർവ്യൂ അല്ല, അതൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ രീതി ഇതാണ് എന്നാണ് ഷാരിക പറയുന്നത്. സോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഷാരിക വ്യക്തിയായിട്ടൊരു ഷാരിക എന്നൊരു വ്യക്തിയെ എനിക്ക് പേഴ്സണലി അറിയാം. ഞങ്ങൾ ഒന്നിച്ചൊരു RJ ഹണ്ടിനുണ്ടായിരുന്നു. ആ ഒരു RJ ഹണ്ടിൽ ഞാനായിരുന്നു വിൻ ചെയ്തത്. അത് ഞാൻ ഇന്നാണ് ഓർത്തത്. എനിക്കൊരു കമന്റ് വന്നിരുന്നു, അങ്ങനെയാണ് ഞാൻ ഓർത്തത്. അപ്പം ഷാരികയെ ഞാൻ നേരിട്ട് പരിചയപ്പെടുന്ന സമയത്ത്, ഇപ്പോൾ വലിയ ഒരു ക്ലോസ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു 2 വർഷം ആവുന്നു. അപ്പം ഷാരിക ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെയധികം ജേർണലിസ്റ്റിക് ആയിട്ട്, അതായത് മാധ്യമപരമായിട്ട്, മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ ഷാരിക നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇതൊരു പ്രോഗ്രാം ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടും, സാമ്പത്തികം വേണമല്ലോ എല്ലാവർക്കും, അതുകൊണ്ടും ആയിരിക്കാം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഒരു റീസൺ, ഇത് ആ ഒരു പ്രോഗ്രാമാണ്, അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ഷാരികയുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തിന് ഇന്റർവ്യൂ എടുക്കുന്നു, ഇങ്ങനെ ചളിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്ന് പലപ്പോഴും ആൾക്കാർ ചോദിക്കുമ്പോൾ ഷാരിക മറുപടി പറഞ്ഞിട്ടില്ല എവിടെയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബിഗ് ബോസിനകത്ത് ആദ്യമായിട്ടായിരിക്കും അങ്ങനൊരു സംസാരം, അങ്ങനൊരു ഉത്തരം എനിക്ക് ഷാരികയിൽ നിന്ന് കിട്ടി. അടുത്തതായിട്ട് ജസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ വാഴകളെ ഇപ്പോഴേ അന്വേഷിച്ചു തുടങ്ങണം. അനീഷിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അനീഷ് ഗെയിം കളിക്കുന്നുണ്ട്, അനീഷിന്റെ ഗെയിമിന്റെ രീതി അതാണ്. അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുകയോ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ എന്നുള്ളത് അനീഷിനും അറിയത്തില്ല. അത് നമ്മളുടെ ഇടയിലുള്ള ചർച്ചകളാണ്. പക്ഷേ നെവിൻ എന്ന് പറഞ്ഞ പൂച്ചയാണെന്നൊക്കെ പറഞ്ഞ് ചെന്ന് കയറിയിട്ട് നമ്മൾ നെവിനെ കണ്ടില്ല. അപ്പോൾ നെവിൻ അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഗെയ്സൽ തക്ര അല്ലേ, ഗെയ്സൽ തക്ര അതുപോലെ അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ എവിടെയായിട്ടുണ്ട്. പിന്നെ സരികയും ഷാരികയും രേണുവും, പിന്നെ നൂറയെ ആദിലയൊക്കെ രേണുവുമായിട്ടൊക്കെ ഇപ്പൊ സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ 20 പേരെയും ഫോക്കസ് ചെയ്യണം.
ആ 20 പേരിൽ ഒരു ഒരു വകയും ചെയ്യാത്തവരെ, ഒന്നും മിണ്ടാതെ എവിടെങ്കിലും ഇരിക്കുന്നവരെ, ശൈത്യയൊക്കെ വെറുതെ കുറേ നേരം കസേരയിൽ, ആടുന്ന കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. ആ പാട്ടിട് ലാലേട്ടാ, എനിക്കൊന്ന് ബിഗ് ബോസേ പാട്ടിട്, ഞാൻ ഒന്ന് ഡാൻസ് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ശൈത്യയൊക്കെ ശരിക്കും പറഞ്ഞാൽ സംസാരിച്ചു തുടങ്ങിയ നല്ല കോണ്ടന്റ് ആണ് കേട്ടോ. ശൈത്യയുടെയൊക്കെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഏതായാലും ശരി, നിങ്ങൾ അനീഷിനെ ഒന്നും പിടിച്ച് ഒരു കാരണവശാലും ഔട്ടാക്കരുത്, എവിക്റ്റ് ആക്കരുത്. ഇതേണക്കുള്ള അനീഷിനെ പോലെ, അല്ലെങ്കിൽ രേണു സുധി, ശാരിക, ആര്യനൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ആര്യനെയൊക്കെ PR ആർമികളൊക്കെ തുടങ്ങി ആര്യനെ എതിർത്തുകൊണ്ടുള്ള കമന്റ്സുകളൊക്കെ ഞാൻ കണ്ടു. ഈ ഫസ്റ്റ് ഡേ തന്നെ ഇത്തരത്തിലുള്ള ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിൻസിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഒരു വക ആരും അവിടെ ചെയ്തു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ശരി, വളരെ ജെനുവിനായിട്ട് തന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ഗെയിം ഷോ ആണ്, ഗെയിം ഷോ ആയിട്ട് കാണുക, കളയുക. നമ്മൾ ഇതുപോലെ വന്നിരുന്ന് റിവ്യൂ പറയുന്നതും ഈ പറയുന്ന ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പം എന്തായാലും അടുത്തൊരു ലൈവും കൂടെ കണ്ടിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.